മിശിഹായിൽ സ്നേഹമുള്ളവരെ, വത്തിക്കാന് മുമ്പിലുള്ള പ്യാസയിൽ നിന്നാണ് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം വത്തിക്കാൻ ബസിലിക്കയിൽ കൊണ്ടുവന്നതിന് ശേഷം 24 മണിക്കൂറുകൾക്ക് ശേഷവും ഒരുപാട് ജനങ്ങൾ ഇപ്പോഴും മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം ദർശിക്കുവാനായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. മാർപ്പാപ്പയോടുള്ള ജനത്തിൻ്റെ സ്നേഹം ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. 12 വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്യാസയിൽ വന്നത് ഓർക്കുകയാണ്. ആദ്യമായി വെള്ളപ്പൊക്കം കണ്ടതിന് ശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പയായി തിരഞ്ഞെടുത്ത് ആദ്യമായി ജനങ്ങളെ ആശീർവദിക്കാൻ മുമ്പ് ഈ ബസിലിക്കയ്ക്ക് മുമ്പ് വന്നത് ഓർക്കുകയാണ്. അന്ന് മാർപ്പാപ്പ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും ഓർക്കുന്നു. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അന്ന് ഞങ്ങൾ മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഓർക്കുന്നു. ഇന്ന് അവസാനമായി മാർപ്പാപ്പയെ കാണുവാനായിട്ട് ഈ ബസിലിക്കയിൽ വന്നിരിക്കുമ്പോൾ മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. പക്ഷെ അതിലുപരി മാർപ്പാപ്പയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുവാൻ കൂടി ആഗ്രഹിക്കുകയാണ്. ഓരോ ക്രൈസ്തവനും മരണശേഷം പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. മാർപ്പാപ്പ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നുവെന്ന് ഉറച്ചു വിശ്വസിക്കുന്നതോടൊപ്പം ഞങ്ങൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി എന്നും മാർപ്പാപ്പ പ്രാർത്ഥിക്കണമേ എന്ന് യാചിക്കാൻ കൂടി ഈ അവസരം ഉപയോഗിക്കുകയാണ്.